ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കണമെന്നത് ഒരു സാമാന്യ മര്യാദയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പാക് ക്രിക്കറ്റ് ബോർഡ് ഇതുപോലും മറന്ന മട്ടാണ്. പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഓസീസ് ഇതിഹാസ താരമായിരുന്ന ജേസൺ ഗില്ലസ്പിയാണ്. പാക് ടീമിന്റെ മുൻ പരിശീലകനായിരുന്ന ഗില്ലസ്പി 2024 ഡിസംബറിലാണ് രാജിവെച്ചത്. ഇത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ശമ്പളം കിട്ടിയില്ലെന്നാണ് ഓസീസ് ഇതിഹാസത്തിന്റെ പരാതി. ICCയോട് ഇക്കാര്യത്തിൽ തന്റെ പരാതി ഗില്ലസ്പി അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ICCക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന് തനിക്ക് അറിയില്ലെന്നാണ് ഗില്ലസ്പി പറയുന്നത്. ഇനി കോടതിയിൽ പോവുക എന്നതാണ് ഗില്ലസ്പി ലക്ഷ്യമിടുന്ന കാര്യം. ശമ്പളം മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പര വിജയിച്ചതിനും ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പര വിജയിച്ചതിനുമുള്ള ബോണസും ഗില്ലസ്പിക്ക് PCB നൽകാനുണ്ട്. കരാറിൽ സാമ്പത്തികമായി നൽകിയ ഉറപ്പുകളൊന്നും PCB പാലിക്കുന്നില്ലെന്ന് ഗില്ലസ്പി പറയുന്നു. 2024 ഏപ്രിൽ മാസത്തിലാണ് ഗില്ലസ്പിയെ റെഡ് ബോൾ പരിശീലകനായും ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഗാരി ക്രിസ്റ്റനെ വൈറ്റ് ബോൾ പരിശീലകനായും PCB നിയമിച്ചത്. 2 വർഷത്തെ കരാറാണ് ഇരുവരുമായും PCB ഒപ്പിട്ടത്. പാക് ക്രിക്കറ്റിലെ പുതിയ യുഗം എന്നാണ് ഈ നീക്കത്തെ അന്ന് ക്രിക്കറ്റ് ബോർഡ് വിശേഷിപ്പിച്ചത്. എന്നാൽ 6 മാസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. PCB പരിശീലകർക്ക് നൽകിയിരുന്ന അധികാരങ്ങൾ പിന്നീട് എടുത്തു കളഞ്ഞതോടെയാണ് ഇരുവരും രാജിവെച്ചത്. ദേശീയ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടാനുള്ള അധികാരവും മറ്റുമാണ് PCB ഒഴിവാക്കിയത്. ആദ്യം രാജിവെച്ചത് ഗാരി ക്രിസ്റ്റനാണ്. ഇതോടെ ഓസീസ് ഏകദിന പര്യടനത്തിൽ ടീമിന്റെ മെന്റർ എന്ന ചുമതലയും PCB ഗില്ലസ്പിക്ക് നൽകി. എന്നാൽ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നില്ലെന്നത് കണ്ടതോടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തൊട്ടുമുമ്പായി ഗില്ലസ്പിയും രാജിവെക്കുകയായിരുന്നു. അതിനുശേഷം പല പ്രസ്താവനകളും ഗില്ലസ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ പാകിസ്ഥാൻ ശമ്പളം നൽകാനുണ്ടെന്ന കാര്യവും ഗില്ലസ്പി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പാക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചുകൊണ്ടാണ് ഗില്ലസ്പി ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ ഗില്ലസ്പിയുടെ ആരോപണങ്ങൾക്കെതിരെ PCB രംഗത്ത് വന്നു. 4 മാസത്തെ നോട്ടീസ് കാലാവധി എന്ന കരാറിൽ പറഞ്ഞ കാര്യം ഗില്ലസ്പി ലംഘിച്ചുവെന്നും കോച്ചിംഗ് കരാറിൽ ഈ കാലാവധിയുടെ കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് ഗില്ലസ്പിക്ക് അറിയാമെന്നും PCB വ്യക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ ഗില്ലസ്പിക്ക് പണം നൽകാനില്ലെന്ന കാര്യത്തെക്കാൾ കോച്ച് കരാർ ലംഘിച്ചുവെന്നും നോട്ടീസ് കാലാവധി പാലിച്ചില്ലെന്നുമാണ് PCB പറയുന്നത്. PCBയും കോച്ച് ഗില്ലസ്പിയും തമ്മിലുള്ള ബന്ധം രാജിക്ക് മുമ്പേ തകർന്നിരുന്നു. സെലക്ഷൻ പാനലിൽ നിന്ന് നീക്കി ഒരു മാച്ച് ഡേ സ്ട്രാറ്റജിസ്റ്റ് മാത്രമായി ഗില്ലസ്പിയെ PCB ഒതുക്കി. താൻ കരാർ ഒപ്പിട്ടത് ഈ ജോലിക്ക് വേണ്ടിയല്ലെന്നും ഗില്ലസ്പി തുറന്നടിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുമ്പ് സ്ഥാനമൊഴിഞ്ഞ ഗില്ലസ്പിക്ക് പകരം ആക്കിബ് ജാവേദ് കോച്ചായി എത്തി. ഇതിനിടയിൽ ഗില്ലസ്പിയുടെ അസിസ്റ്റന്റായിരുന്ന ഓസ്ട്രേലിയക്കാരൻ ടിം നീൽസന് കരാർ പുതുക്കി നൽകില്ലെന്ന് PCB വക്താക്കൾ പറഞ്ഞു. ഗില്ലസ്പിയുടെ കൂടുതൽ അധികാരം വെട്ടിച്ചുരുക്കുന്നതിനുള്ള നീക്കമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ആക്കിബ് ജാവേദിന്റെ കോച്ചിങ്ങിന് കീഴിൽ ചാമ്പ്യൻസ് ട്രോഫിയിലും ന്യൂസിലാൻഡ് പര്യടനത്തിലും മോശം പ്രകടനമാണ് പാകിസ്ഥാൻ കാഴ്ചവെച്ചത്. ഇതോടെ പുതിയ പരിശീലകനെ തേടാനുള്ള ഒരുക്കത്തിലാണ് PCB. മുഖ്യ പരിശീലകനൊപ്പം ലാഹോറിലെ ഹൈ പെർഫോമൻസ് സെന്ററിലേക്ക് ഡയറക്ടറെയും നിയമിക്കാനാണ് നീക്കം. നിലവിൽ പരിശീലകനായ ആക്കിബ് ജാവേദിന് ഹൈ പെർഫോമൻസ് സെന്റർ ഡയറക്ടറാകാൻ ആഗ്രഹമുണ്ടെന്നാണ് സൂചന. ഇത് നടന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആര് മുഖ്യ പരിശീലകനായി എത്തുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. പുതിയ കോച്ചിനെ തേടുന്ന സാഹചര്യത്തിൽ മുൻ കോച്ചുമായുള്ള സാമ്പത്തിക തർക്കം PCBക്ക് തിരിച്ചടിയായേക്കും. ഗില്ലസ്പി ആണെങ്കിൽ ശമ്പളം വാങ്ങുന്നതിനായി PCBക്കെതിരെ കോടതിയെ സമീപിക്കാനിരിക്കുക കൂടിയാണ്.